സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. രാജസ്ഥാനിലെ ബാമറിൽ മോദി നടത്തിയ പ്രസംഗമാണ് കണ്ടത്. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10-ലധികം സീറ്റുകളിൽ സ്ഥിതി അനുകൂലമല്ല എന്ന BJP ആഭ്യന്തര സർവേ വന്നതിന് പിന്നാലെയാണ് ഈ പ്രസംഗം. പ്രധാനമന്ത്രിയെ പരമാവധി റാലികളിൽ എത്തിച്ച് പരിഹരിക്കാനാണ് നീക്കം. അതേസമയം ഏറ്റവും ആധികാരികമെന്ന് വിലയിരുത്തപ്പെടുന്ന CSDS ലോക് നീതി സർവേ മോദിക്ക് മൂന്നാം ഊഴം പ്രവചിക്കുന്നു. ഇന്ത്യ മുന്നണിയേക്കാൾ 12% അധികം വോട്ട് സർവേയിൽ ഇന്ത്യയ്ക്കാണ്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മോദിക്കുള്ള പിന്തുണയിൽ കുറവ് വരുത്തുമ്പോൾ അയോധ്യ ക്ഷേത്രം പിന്തുണ ഉയർത്തുന്നുമുണ്ട്. സർവേകൾ പറയുന്നതെന്ത്? ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ഷമാ മുഹമ്മദ്, BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ എന്നിവരാണ്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, നിങ്ങളുടെ ആഭ്യന്തര സർവേയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. 2 സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിലും ഹരിയാനയിലും 10 സീറ്റിലധികം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആഭ്യന്തര സർവേ വരുന്നു. ആ സർവേയുടെ പശ്ചാത്തലത്തിൽ മോദി ഈ സ്ഥലങ്ങളിലെല്ലാം മോദി എത്തുകയും റാലികളിൽ പ്രസംഗിക്കുകയും ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാമെന്ന ആലോചനയിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. അതിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അത്തരമൊരു ആഭ്യന്തര സർവേയെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എനിക്കറിയില്ല, ഞങ്ങൾക്കാർക്കും അറിയില്ല. അങ്ങനെ ഒരു ആഭ്യന്തര സർവേ നടന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. എങ്ങനെ മാധ്യമങ്ങൾക്ക് അങ്ങനെ സർവേ കിട്ടിയെന്ന് അറിയില്ല. അത് തെറ്റായിട്ടുള്ള വാർത്തയാണ്. ആഭ്യന്തര സർവേ വിവരങ്ങൾ പുറത്തു വന്നതാണ് ശ്രീ സന്ദീപ് വാര്യർ. ഈ ആഭ്യന്തര സർവേയിലെ വിവരങ്ങൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി പുറത്തിറക്കില്ലല്ലോ. അത് നിങ്ങൾക്കകത്ത് പരിഹരിക്കാനുള്ള സാഹചര്യത്തിൽ അകത്ത് പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള സർവേയാണ്. അപ്പോൾ ഇവിടങ്ങളിൽ കൂടുതൽ മോദി എത്തിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്നത്തെ മോദിയുടെ പ്രസംഗം പോലും, ബാമറിലെ പ്രസംഗം പോലും ആ നിലയ്ക്കാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു സർവേ ഇല്ല എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, ഇല്ലാത്തൊരു സർവേയെ കുറിച്ച് പിന്നെ ഇല്ല എന്നല്ലാതെ ഞാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? BJPയുടെ ഒരു ആഭ്യന്തര സർവേ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വിവരവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തെ പരിശോധിച്ചോളൂ. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ BJPയുടെ സംഘടനാ സ്വഭാവത്തിന്റെ അകത്ത് നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്യുമെന്റോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ? ഒരു സർവേയും ഇല്ല. സർവേ ഉണ്ടെങ്കിൽ ആ സർവേയുടെ ഡോക്യുമെന്റ് കാണിക്കണം. BJP ഒരു ആഭ്യന്തര സർവേ പ്രസിദ്ധീകരിച്ചു. അതിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ചില കാര്യങ്ങളുണ്ട് എന്നൊരു ആഖ്യാനം ചമച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതിലപ്പുറം അത്തരമൊരു വാർത്ത അത് കളവാണ്. അത്തരമൊരു സർവേ ഇല്ല. ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ കാര്യങ്ങൾ എന്നതിനേക്കാൾ നിങ്ങൾ തിരുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ് പുറത്തേക്ക് വന്ന വിവരങ്ങൾ. ഈ നിങ്ങളുടെ ആഭ്യന്തര സർവേയിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടാകാം, പക്ഷേ പുറത്തേക്ക് വിട്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ കാര്യമാണ്. അത് രാജസ്ഥാനും ഹരിയാനയും. താങ്കൾ അതിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ താങ്കളോട് ചോദിക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ രാജസ്ഥാൻ ഹരിയാന മാത്രം ആണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ. 2019 ശക്തമായ മത്സരം ഇവിടെ BJP നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അവരുടെ തന്നെ ആഭ്യന്തര സർവേയിൽ പറയുന്നത്. ഹരിയാനയിലെ 5ഉം രാജസ്ഥാനിലെ 8ഉം ഇടങ്ങളിലാണ് ഈ കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ജാട്ട് നേതാക്കളെ അവഗണിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. 2022 അഗ്നിപത് പ്രകാരം ഏറ്റവും അധികം റിക്രൂട്ട്മെന്റ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതും അവിടെ തിരിച്ചടിക്ക് കാരണമാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുത്തരായ നേതാക്കൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഇവ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് അവിടെയുള്ള പ്രാദേശിക നേതാക്കളെ അവഗണിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന് കണ്ടെത്തുകയും ഉടനെ പരിഹാര മാർഗങ്ങളിലേക്ക് കടക്കുകയാണ് BJP. എന്താണ് CPMന്റെ വിലയിരുത്തൽ? ഇവിടെ 2 ദിവസം മുമ്പ് രാജ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്ത CSDS ലോകനീതി സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു സർവേ ആയിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും മുൻപ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ഡേറ്റാസും അതിൻ്റെ ഡേറ്റ ശേഖരണ രീതിയുമെല്ലാം എല്ലാ തലത്തിലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വികസനം, അതുപോലെ അഴിമതി. 71% വോട്ടർമാരും ചർച്ച ചെയ്യുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വികസനവും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എന്നതാണ് ആ സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ BJP വലിയ പ്രാധാന്യത്തോടെ എടുത്തു കാണിക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 10-ൽ താഴെ ശതമാനം ആളുകൾ മാത്രമാണ് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്നതിന്റെ ഏറ്റവും ഒരു ആധികാരികമായിട്ടുള്ള രേഖ എന്ന് വേണം ഈ സർവേയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഴിമതി ചർച്ച ചെയ്യുന്നു, വിലക്കയറ്റം ചർച്ച ചെയ്യുന്നു, തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നു, അതുപോലെ രാജ്യത്തിന്റെ വികസനവും ചർച്ച ചെയ്യുന്നു.
നമുക്കറിയാം തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ നാളുകളിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ്. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. UPSC നോക്കുകുത്തി 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം വിറ്റപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പുതിയ നിയമനമില്ല. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേ, BSNL, BPCL, LIC അടക്കം അവിടെ ഒന്നും പുതിയ നിയമനങ്ങളില്ല. സ്വകാര്യ മേഖലയിൽ ലേബർ കോഡ് അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ ഗൗരവമായി തൊഴിലില്ലായ്മ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിലക്കയറ്റം അതിന്റെ എല്ലാ സീമകളും തകർത്ത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത കടുത്ത ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. അഴിമതി ഇലക്ട്രൽ ബോണ്ടിൽ വന്നു നിൽക്കുന്ന PM കെയേഴ്സ് ഫണ്ട് ഉൾപ്പെടെ ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയാണ്. വികസനമെന്ന് പുറമോടി വലിയ പരസ്യം നടത്തുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സാധാരണക്കാർ കൂടുതൽ പട്ടിണിയിലേക്ക് വീണു പോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ രാജ്യം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി NDAക്ക് ഉണ്ടാകും എന്നത് പൂർണ്ണമായും സത്യമാണ്. 2019 ഇത് തന്നെയായിരുന്നു സാഹചര്യം. നോട്ട് നിരോധനവും GSTയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തന്നെയായിരുന്നു 2019 ഫെബ്രുവരി 14 വരെ ചർച്ച ചെയ്തത്. എന്നാൽ പുൽവാമയിൽ ഉണ്ടായ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ചർച്ചകളെയും ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിപ്പിക്കാൻ അന്ന് NDAക്ക് 2019 മാർച്ച് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞു. എന്നാൽ 2024 ജനുവരി 22 പ്രാണപ്രതിഷ്ഠ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മൊത്തം ചർച്ചയാക്കാനാണ് NDA ഉദ്ദേശിച്ചത്. എന്നാൽ അതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റു വിഷയങ്ങളാണ് എന്ന് വന്നതോടുകൂടി BJP വളരെയധികം അങ്കലാപ്പിലാണ്. ഞാനൊന്ന് ചോദിക്കാം, ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ തവണ കിട്ടിയത് 29 സീറ്റാണ്. കർണാടകത്തിൽ 25 സീറ്റ് കിട്ടി, തെലങ്കാനയിൽ 4 സീറ്റ് കിട്ടി. ഈ തവണ ഏറ്റവും കടുത്ത പരീക്ഷണം BJP നേരിടുന്നത് തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലുമാണ്. വടക്കേന്ത്യയിലേക്ക് ചെന്നാൽ 205 സീറ്റ് കിട്ടി, 245-ൽ 205 സീറ്റ് കിട്ടി. അതുപോലെ പശ്ചിമേന്ത്യയിൽ 78-ൽ 69 സീറ്റ് കിട്ടി. ഇതിൽ മഹാരാഷ്ട്ര ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നേരിടുന്നു. ഗുജറാത്തില് നമുക്ക് അറിയാം, രാജസ്ഥാനിലെ കാര്യങ്ങൾ അറിയാം. രാജസ്ഥാനിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്, BJPയുടെ ആഭ്യന്തര സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം പുറത്തു വരുന്നത്. ബീഹാറിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. ബീഹാറും കഴിഞ്ഞ തവണത്തെ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. UPയിൽ കഴിഞ്ഞ തവണ 62 സീറ്റ് കിട്ടിയതാണ്. UPയിലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. അപ്പോൾ പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാം ഉൾപ്പെടെയാണ്. ആസാമിൽ നമ്മൾ ഗൗരവത്തോടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ, രാജ്യത്താകമാനം നടക്കുന്ന സമരങ്ങളിൽ ഏറ്റവും ഗൗരവമായ സമരം നടക്കുന്നത് ആസാമിൽ അടക്കമാണ്. അവിടെയും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. ഡൽഹി, അതുപോലെ ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവിടെ കെജ്രിവാളിന്റെ അറസ്റ്റും മറ്റ് സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. BJP കനത്ത തിരിച്ചടി നേരിടാൻ പോവുകയാണ്. അതുകൊണ്ട് 350 സീറ്റ് 400 സീറ്റ് എന്നൊക്കെ വലിയ തരത്തിൽ ഗീർവാണം വിടുന്നുണ്ടെങ്കിലും BJP അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണെന്നുള്ള ബോധ്യം BJPക്ക് വന്നു എന്നതുകൊണ്ടാണ് ആഭ്യന്തര സർവേകൾ അടക്കം അവർ നടത്തി എവിടേക്കാണ് പ്രശ്നം ഉദ്ധരിക്കുന്ന CSDS ലോക്നീതി സർവേയിൽ ആത്യന്തികമായി പറയുന്നത് പക്ഷേ മൂന്നാം ഊഴം മോദിക്ക് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ ഘടകങ്ങളുണ്ട്, പ്രധാനമായിട്ടും അത് ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതേസമയം ആത്യന്തികമായും മൂന്നാം ഊഴം മോദിക്ക് കിട്ടുമെന്ന് കൂടി പറയുകയാണല്ലോ. ഡോക്ടർ ഷമ മുഹമ്മദ്, ഇന്ത്യ സഖ്യത്തെക്കാൾ 12% വോട്ട് കൂടുതൽ NDA മുന്നണിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ സർവേയുടെ കാതൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിൽ NDA സഖ്യം തന്നെ അധികാരത്തിൽ വരും. മോദി എന്ന പ്രധാനമന്ത്രിയെ അംഗീകരിക്കുന്നവരാണ് കൂടുതൽ. ആ കണക്കുകളും പുറത്തു വരികയാണ്. അപ്പോൾ ഈ സർവേ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഈ സർവേയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഉത്തരഭാരത്തിൽ അവർ വിചാരിക്കുന്ന അത്ര സീറ്റ് കിട്ടില്ല. ക്ലിയർ അത്. ഇപ്പം ഞാൻ 4 സംസ്ഥാനം എടുത്തുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഉത്തരാഖണ്ഡിൽ 5 ഔട്ട് ഓഫ് 5 ആയിരുന്നു. ഹിമാചലിൽ 4 ഔട്ട് ഓഫ് 4, അത് കിട്ടില്ല അവർക്ക്. ഹരിയാനയിൽ 10 ഔട്ട് ഓഫ് 10, അത് കിട്ടില്ല അവർക്ക്. ഡൽഹിയിൽ 7 ഔട്ട് ഓഫ് 7, അത് കിട്ടില്ല അവർക്ക്. രാജസ്ഥാനിൽ 26 അവർക്ക് 25 അവർക്ക് 24 കിട്ടി, അത് അവർക്ക് കിട്ടില്ല. മധ്യപ്രദേശിൽ 29 അവർക്ക് മധ്യപ്രദേശിൽ അവർക്ക് കിട്ടി 29, 28 ഒരു സീറ്റ് മാത്രം കിട്ടിയില്ല. അപ്പം അതും അവർക്ക് കുറയും. ബിക്കോസ് നമ്മളും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാലോ എന്താ നമുക്ക് കിട്ടുന്ന ഒരു ജേർണലിസ്റ്റ് പറയുന്നതും അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടുന്നതും. നമുക്ക് ഒരേ ഒരു സംസ്ഥാനം അവർ കൂടുന്നതെന്ന് പറഞ്ഞാൽ UP 62, അവർക്ക് അവിടെ ചിലപ്പം കൂടായിരിക്കും. പിന്നെ പശ്ചിമ ബംഗാളിൽ അവർക്ക് 18 കിട്ടി, അതും കുറയാൻ പോകുന്നുള്ള സാഹചര്യം ഉള്ളത് ഞാൻ കേട്ടത്തോളം. അവിടെയും കുറയും. 17 ബീഹാറിൽ കിട്ടി, അതും കുറയാൻ പോകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 23 അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അപ്പം അത് അവിടുന്ന് കുറയാൻ പോകുന്നു. അപ്പം ഈ ഉത്തര ഭാരതത്തിൽ നമ്മൾ നോക്കുമ്പം സീറ്റ് കുറയാൻ പോകുന്നുള്ളൂ, കൂടുതലാവില്ല. അപ്പം അവർ ദക്ഷിണ ഭാരതത്തിൽ വരുന്നത്. ദക്ഷിണ ഭാരതത്തിൽ
കർണാടകയിൽ എന്തായാലും ഇപ്രാവശ്യം അവർ കുറയും. 25 കഴിഞ്ഞ പ്രാവശ്യം 28 കിട്ടി, അത് കുറയും. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് മിനിമം അവിടെ 20 കിട്ടും. അപ്പം അവിടെയും നിങ്ങൾ കുറയാം. കേരളയിൽ ഒരു സീറ്റ് കിട്ടില്ല, തമിഴ്നാട് ഒരു സീറ്റ് കിട്ടില്ല, ആന്ധ്രയിൽ കിട്ടില്ല, തെലങ്കാനയിൽ 4 ഉള്ളൂ. അപ്പം അത് ചിലപ്പം കുറയാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാത്ത ഒഡീസയിലും അവിടെ BJD നല്ലൊരു കോൺഗ്രസ് ഇപ്പം നല്ലൊരു പോരാട്ടത്തിലാണ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എവിടുന്നാണ് ഈ അധികം സീറ്റ് കിട്ടാൻ പോകുന്നത്. ഇപ്പം മോദി പറയും എല്ലാ ദിവസവും 400 പാർ 400-ൽ-അധികം. ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം എൻ്റെ ഇതിൽ. ബിക്കോസ് നിങ്ങൾ ജനങ്ങളോട് പറയാം നിങ്ങൾ വോട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 400 പാർ ആവില്ല, 300 പാർ ആവില്ല. 300 എന്ന് പറഞ്ഞാൽ 300-ലധികം, അതും ആവില്ല. ബിക്കോസ് ജനങ്ങളോട് ഓൾറെഡി പറയാം. അന്ന് RBIയുടെ ഒരു മീറ്റിംഗിൽ പറയാം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ജൂണിൽ ഞങ്ങൾ ഇത് ചെയ്യും. ഇങ്ങനത്തെ ഒരു അറഗൻസ് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കണമെന്ന് അതൊന്നും സത്യമല്ല. വേറൊരു കാര്യം, അതെന്തുകൊണ്ട് സത്യമല്ല, നിങ്ങളിപ്പോൾ 10 കൊല്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്തെല്ലാം നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇന്ത്യയിൽ എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നിങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ തൊഴിൽ കൊടുത്തത്, എന്തെല്ലാം നിങ്ങൾ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്. അതൊന്നുമല്ല പറയുന്നത്. എന്താ പറയുന്നത്, കോൺഗ്രസ്സുകാർ നവരാത്രിയുടെ സമയത്ത് മാംസം കഴിക്കുന്നു. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ അവർ ഹിന്ദുക്കളെ എതിരാന്ന്? അവിടെ ദുർഗാപൂജയുടെ സമയത്തും കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിൽ മാംസമാണ് അവർ ദൈവത്തിന് കൊടുക്കുന്നത്. അതറിയോ? എല്ലാ സമയത്തും അവർക്ക് മീനുണ്ടാവും, കോഴി ഉണ്ടാവും, അത് മാംസം ഉണ്ടാവും. അപ്പൊ അതാണ് അവർ പറഞ്ഞത്. അപ്പൊ അവര് ചോദിക്കുക ഇന്ന് പശ്ചിമ ബംഗാളിലെ ആൾക്കാർ, നിങ്ങൾ ഞങ്ങളെ ഹിന്ദുസിനെ ഇൻസൾട്ട് ചെയ്യുക, അപമാനിക്കാന്നോന്ന്. അതാന്ന് പറയാം. പിന്നെ പറയാം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ ആണ്. ഇവിടെ ഞങ്ങളൊരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു. 19-ലാണ് ഫസ്റ്റ് എലക്ഷൻ വരുന്നത്, ഫേസ് വരുന്നത്. ഇവരെ മാനിഫെസ്റ്റോ എവിടെ? BJPയുടെ മാനിഫെസ്റ്റോ എവിടെ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ മേത് ആരോപണം. എവിടെയാണ് ഇതുള്ളത്? ഇവിടെ ഒന്നുമില്ല. ഞങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്? വേറൊരു മുഖ്യ കാര്യം എന്ന് പറഞ്ഞാൽ അലാന എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അലാന എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബീഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവർ 2 കോടിയാണ് ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് കൊടുത്തത്. പ്രധാനമന്ത്രി പറയാ കോൺഗ്രസ്സുകാരാന്ന് മാംസം കഴിക്കുന്ന നവരാത്രിയുടെ സമയത്ത്. പ്രധാനമന്ത്രി എന്തിനാ പിന്നെ ഇലക്ട്രൽ ബോൺസ് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളടുത്ത് എടുക്കുന്നത്? അത് ചോദിക്കണം. നിങ്ങൾ അതിന്റെ മറുപടി പറയണം. അപ്പൊ ഒരു സൈഡിൽ വന്ന് സംസാരിക്കാം, മറ്റേ സൈഡിൽ ബീഫ് കഴിക്കാനും ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് 2 കോടി നിങ്ങൾ ഇലക്ട്രൽ ബോൺസ് എടുക്കാൻ. അതിന്റെ മറുപടി BJPയുടെ പ്രതിനിധി പറയണം എവിടെ. അത് അറിയപ്പെടുന്ന കാര്യം. അത് വന്നതാണ് SBIയുടെ ഇതിൽ അലാണ് എക്സ്പോർട്ടേഴ്സ് കൊടുത്തത്. നിങ്ങളല്ലേ പറയുന്ന ബീഫ് വിരോധമാറാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എങ്ങനെയാ അതിന്റെ പൈസ എടുക്കല്? നിങ്ങളാന്ന് ബീഫിനെ പശുവിനെ കൊന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. ഇന്ന് എല്ലാ ഹിന്ദുക്കളോട് മറുപടി പറയണം. അതല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇഷ്യൂസ് ആക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ശരിക്കുമുള്ള ഇവിടെയുള്ള ഏറ്റവും വലിയ CDS സർവേയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും 67% പറഞ്ഞത് തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ. അത് CMI റിപ്പോർട്ടിലുണ്ട്. 10%-ലധികം തൊഴിലില്ലായ്മ ഉണ്ടെന്ന്. ശരി. 25 തൊട്ട് 45 വയസ്സ് 35 വയസ്സ് വരെ 40%-അധികം തൊഴിലില്ലായ്മ ഉണ്ട്. വിലക്കയറ്റം, നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാൽ വിലക്കയറ്റം വന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഞങ്ങൾ 400 പാർ എന്ത് 400 പാർ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, 200 പാർ 200-ലധികം. അവർക്ക് കിട്ടിയത് 77 സീറ്റായിരുന്നു. അവിടെ മസിൽ പാർ, മണി പാർ എല്ലാവിധ ഇതും ഉപയോഗിച്ചു. പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പം ഇതൊന്നും ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. നമ്മളിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ തന്നല്ലോ. അവിടെ എങ്ങനെയാ ഇവർ 400 പാർ കിട്ടുന്നത്? അതൊന്നും എനിക്ക് ഇന്ന് BJPയുടെ ഈ അമിത ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം. സന്ദീപ് വാര്യർ, ഇപ്പോൾ എന്തായാലും ഈ CSDS ലോക് നീതി സർവേ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ സർവേയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ 79% പേരും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പമാണ്. അതുകൂടാതെ ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എന്നുള്ള നിലപാടിന് പിന്തുണ നൽകുന്ന 80% പേരാണ്. ഹിന്ദുമത വിശ്വാസികളാണ് 80%. ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് അഭിപ്രായപ്പെടുന്നത് വെറും 10%. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ ഷമയുടെ ചോദ്യത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് മറുപടി പറയാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ളപ്പോഴാണ് അപ്പുറത്ത് മട്ടൻ കറിയെക്കുറിച്ചും മീനിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ മോദിക്ക് നടത്തേണ്ടി വരുന്നത്. അതൊരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിനുള്ള സന്ദീപ് വാര്യർ മറുപടി പറഞ്ഞോളൂ. ഒന്ന്, ഇതിൽ സ്മൃതി ചോദിച്ചത് ഈ സർവേ നിങ്ങൾക്കും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാണ്. ഈ സർവേ എന്നല്ല, ഞങ്ങൾ ഒരു സർവേയും ആധാരമാക്കുന്നില്ല. ഇത്തരം സർവേകളുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ഇത്തരം സർവേകൾ അഭിരമിക്കുന്ന ആളുകളുമല്ല. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച്
ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ഈ സർവേയുടെ ആധികാരികത എങ്ങനെയാണ് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ സർവേയുടെ ആധികാരികതയെ കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും ഇപ്പോ വാദോരാതെ പുകഴ്ത്തുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത്, തോൽക്കാൻ പോകുന്ന ഒരു പരീക്ഷാ ഫലത്തിന്റെ പേരിൽ ഇവരിപ്പോ തന്നെ ലഡു നിങ്ങൾ തോൽക്കുന്നതാണ് ഈ സർവേ പറയുന്നത്. 12% ഗ്യാപ്പ് നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും കോൺഗ്രസിന്റെ ജനപ്രീതിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയും തമ്മിൽ ഉണ്ടെങ്കിൽ, അതിനേക്കാൾ ഏറെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്മൃതി ഏറെക്കാലമായി പത്രപ്രവർത്തനം ചെയ്യുന്ന മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളല്ലേ. 12% ഗ്യാപ്പ് മീൻസ് എ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഫോർ BJP. അത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ BJPക്ക് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി പ്രവചിക്കുന്ന ഒരു സർവേ ആധാരമാക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ആരാണ് ആഹ്ലാദിക്കുന്നത്? ഇതിൽ തോൽക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നവര്. സന്ദീപ് വാര്യർ ഇടപെടുകയാണെന്ന് കരുതരുത്. 12% ഇന്ത്യ സഖ്യത്തെക്കാൾ മുന്നിലാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് 2019 പ്രകടനം കാഴ്ചവെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രതികൂലമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നു, പോസിറ്റീവായ കാര്യങ്ങൾ അംഗീകരിക്കുന്നു, നെഗറ്റീവായ കാര്യങ്ങൾക്ക് മറുപടി പറയില്ല എന്ന മട്ടിൽ ചെയ്യരുത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ആത്മവിശ്വാസം ഉള്ളപ്പോൾ എന്തിനാണ് ഈ മട്ടൻ കറിയും മീനും എടുത്ത് പ്രസംഗിക്കാൻ നിൽക്കുന്നതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയൂ. അല്ല സ്മൃതി, ഞാൻ ഇതിൽ രണ്ടും അംഗീകരിക്കുന്നില്ല. ഈ സർവേയെ പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ സർവേ ആധികാരികമാണെന്നുള്ള സ്മൃതിയുടെയോ അല്ലെങ്കിൽ ഈ രണ്ട് പേരുടെയോ അഭിപ്രായത്തെയും ഞാൻ മാനിക്കുന്നില്ല. കാരണം ഇതേ ലോക് നീതി, ഇതേ സർവേ ടീം 2019 ഇത് സർവേ എങ്ങനെയായിരുന്നു? 2019 ഇതേ സർവേ നടത്തിയല്ലോ. അന്ന് എന്താ പറഞ്ഞത്? BJPക്ക് എത്ര കിട്ടുമെന്നാ പറഞ്ഞത്? 2014 സീറ്റ് കുറയും. ഞങ്ങൾക്ക് അവർ പ്രവചിച്ച സീറ്റ് എത്രയാണെന്ന് അറിയോ? 222 മുതൽ 240 വരെ സീറ്റ്. ഇതേ ലോക് നീതി. ഇതാണോ ആധികാരികമായിട്ടുള്ള സർവേ? ഞങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ്. പിന്നെ UPA-യുടെ പുതിയ സഖ്യങ്ങൾ കാരണം ഞങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയും. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഇതേ ആർഗ്യുമെന്റുകളൊക്കെ ഈ സർവേയിൽ 2019 പറഞ്ഞതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു അബ്കി ബാർ 300 പാർ. ഇവര് പറഞ്ഞു കിട്ടില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. ഇത്തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങൾ കവടി നിരത്തി സർവേ നടത്തി പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? ആര് ജയിച്ചു? 300-ലധികം സീറ്റുകൾ ഞങ്ങൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ പ്രഡിക്ട് ചെയ്തതുപോലെ 300-ലധികം സീറ്റുകളിൽ ജയിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നു. അതാണല്ലോ രാജ്യം കണ്ടത്. അപ്പൊ ആധികാരികമായത് ആരാണ്? ഞങ്ങൾ പറഞ്ഞ കാര്യം ആധികാരികമായി. ഇവിടെ ആധികാരികമായി സർവേ എന്ന് പറയുന്ന ഹിന്ദു പത്രത്തിന് വേണ്ടി സർവേ എടുക്കുന്ന ലോക് നീതി ഇവരുടെ ടീം അത്ര ആധികാരികമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇവിടെ ഒരു പരിധി വരെ സർവേകളോട് ഒരു കൃത്യമായ സർവേ ഫലം എന്നൊക്കെ പറയാവുന്നത്, പൂർണ്ണമല്ലെങ്കിൽ പോലും അത് ചാണക്യയുടെ ഒക്കെ സർവേ ഫലമാണ് പുറത്തു വന്നുള്ളത്. അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ നാട്ടിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കൂട് മുളയ്ക്കുന്നത് പോലെ സർവേ നടക്കുകയാണ്. പല സർവേകളും പല റിസൾട്ടും പറയുന്നുണ്ട്. ചില സർവേകൾ BJPക്ക് 400 സീറ്റിലധികം പറയുന്നുണ്ട്, NDAക്ക് 400 സീറ്റിലധികം പറയുന്നുണ്ട്, 307 സീറ്റിലധികം BJPക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്. ഈ സർവേയും ഞങ്ങൾ വിലക്കെടുക്കുന്നില്ലെന്നേ. ഇതൊന്നും ഞങ്ങൾ വിലക്കെടുക്കുന്നില്ല. ഞങ്ങൾ വിലക്കെടുക്കുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് മൈക്രോ ലെവലിൽ ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടുണ്ട്, ഏറ്റവും പാവപ്പെട്ടവർക്കിടയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഇതേ സർവേയുടെ തന്നെ പല ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പാവപ്പെട്ടവരുടെ വോട്ട് ഏറ്റവും അധികം കിട്ടുന്നത് NDAക്കാണ്. അപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് 80 കോടി മനുഷ്യർക്ക് സൗജന്യ റേഷൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് പദ്ധതി എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വോട്ട് വീഴും. ഞാൻ ഒറ്റ കാര്യം സ്മൃതിയോട് പറയാം. 2019 തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ പുതിയ മുന്നണിക്ക് പേരിട്ടവരാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർ. ഇതാ പുതിയ മുന്നണി വരുന്നു, ചന്ദ്രബാബു ഹൈദരാബാദിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിലേക്ക് പോകുന്നു, പുതിയ നീക്കങ്ങൾ നടക്കുന്നു, NDA വരില്ല, UPA ഒരു 3rd ടേം വരാൻ പോകുന്നു. ഇതൊക്കെ പ്രവചിച്ചവരാണ് ഇവിടെ. ഇതൊന്നും നടന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഭവിച്ചത് എന്താണ്? ഇതേ ആളുകൾ 2019 ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഇപ്പോ ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വന്നു എന്നാ പറയുന്നത്. ഈ സർവേ ആണോ നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത്? 4 മാസം മുമ്പല്ലേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നത്? ആ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ വിധി അവിടെ വന്നല്ലോ. ജനങ്ങളുടെ വിധി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന് വരുമ്പോൾ അങ്ങനെയുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തിനാണ് ഈ മട്ടൻ കറി കഴിക്കുന്നതിനെ കുറിച്ചും മീൻ കഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അത് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന രൂപത്തിൽ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്, പ്രതിപക്ഷം കാണുന്നത്. നിങ്ങൾ ഈ മട്ടൻ കറിയൊക്കെ മുഗളന്മാർ ആക്രമിച്ചതിലേക്ക് എത്തിക്കുകയാണ്, മുഗളന്മാരുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. മോദിയുടെ പ്രസംഗം ആ രൂപത്തിലായിരുന്നു. എന്താണ് ഇങ്ങനെയൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ? അലാന എക്സ്പോർട്ടേഴ്സിനെ പറ്റി ചോദിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ അലാന എക്സ്പോർട്ടേഴ്സിന് 2 കോടി എടുത്തത് ഇലക്ട്രൽ ബോൺസ്? അതിന്റെ മറുപടി പറയൂ. അതും പറഞ്ഞോ. ബീഫ് എക്സ്പോർട്ടേഴ്സ് എന്തിനാ നിങ്ങൾ 2 കോടി എടുത്തത് ഇലക്ട്രൽ ബോൺസ്? പറയൂ. ശരി സന്ദീപ്, അതൊരു ചോദ്യമാണ്, പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ്, മറുപടി പറയണല്ലോ.
അല്ല, മറുപടി ഞാൻ പറയാം. പക്ഷെ ഞാൻ സംസാരിക്കുന്ന വേളയിൽ അതിനിടയിൽ കയറി മറ്റൊരാൾ തടസ്സപ്പെടുത്തുമ്പോൾ ദയവ് ചെയ്ത് ആങ്കർ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതങ്ങനെ ഒരു ഞാനിവിടെ തർക്കത്തിന്റെ കൃത്യമായിട്ട് രൂപത്തിലല്ലല്ലോ പറയുന്നു. സന്ദീപ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ മറുപടി പറഞ്ഞോളൂ. ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. ഇടപെടുന്നത് ദയവ് ചെയ്ത് നിരുത്സാഹപ്പെടുത്തണം. കാരണം ശബ്ദം മറ്റുള്ളവർ കേൾക്കില്ല. ശരി, ഞാൻ പറഞ്ഞോളൂ. കൃത്യമായിട്ട് പറയുന്നു. 2019 ഇവർ നടത്തിയ സർവേ പൊളിഞ്ഞതാണ്. BJP വലിയ തോതിൽ അധികാരത്തിൽ വന്നു. ഈ കഴിഞ്ഞ 2023 ഡിസംബർ മാസത്തിൽ ഇവർ നടത്തിയ സർവേ പൊളിഞ്ഞ് പാളീസായി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഞങ്ങൾ പച്ച തൊടില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞിരുന്നത്. അന്നും ഇവർക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു. ഇതാ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നു. ഛത്തീസ്ഗഡിൽ ഇവരുടെ സർക്കാരിന് വലിയ ജനപിന്തുണയാണെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത്? പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പക്ഷേ ഇത് മോദിക്ക് മൂന്നാമൂഴമാണ് പ്രവചിക്കുന്നത്. പിന്നെ ഈ സർവേ മോദിക്ക് മൂന്നാമൂഴമാണ് പ്രവചിക്കുന്നത്. അതെ, ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. അപ്പൊ ഈ ഏകദേശം 4 മാസം മുമ്പ് മാത്രം നടന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്കൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതലല്ലാതെ കുറവൊന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ ഞങ്ങൾക്ക് ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു. സന്തോഷം. അവിടെ മാത്രമല്ല, ബംഗാളിൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും. ഒരു കാര്യം നിസ്സംശയം എഴുതി വെച്ചോളൂ. ഈ ചർച്ചയൊക്കെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കിടക്കുമല്ലോ. ഞാൻ പറയുകയാണ്, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ വോട്ട് ഷെയർ ഇവർ പ്രൊഡിക്ട് ചെയ്യുന്നതിലൊക്കെ അപ്പുറം പോകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പരിപൂർണമായ ആത്മവിശ്വാസമുള്ളത്. പല സംസ്ഥാനങ്ങളിലെയും BJPയുടെ വോട്ട് ഷെയർ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആയിരിക്കും. അത് 60% കൂടുതലായിരിക്കും. 60% എഴുതി വെച്ചോളൂ. BJPയുടെ പല സംസ്ഥാനങ്ങളിലെയും വോട്ട് ഷെയർ, മേജർ സ്റ്റേറ്റുകളുടെ വോട്ട് ഷെയർ 60% കൂടുതലായിരിക്കും. പല സംസ്ഥാനങ്ങളിലും BJP ഒട്ടുമില്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും പല സ്ഥലങ്ങളിലും 25-30% എത്തും. അതിൽ അധികം 40% നിന്നിരുന്നത് 50 മേലെ പോകും. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ പോകും. അങ്ങനെ വലിയൊരു വിജയം BJPക്ക് അനുകൂലമായി സംഭവിക്കാൻ പോവുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. 2019 തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന രസകരമായിട്ടൊരു കാര്യം പറയാം. ഈ 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനു മുൻപും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചർച്ച ചെയ്ത് ഇതുപോലെ BJPക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്തു. ഇതാ മോദി പരാജയപ്പെടാൻ പോവുകയാണെന്ന രീതിയിൽ ചർച്ച നടന്നു. പക്ഷേ 2019 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ റിസൾട്ട് വിലയിരുത്തുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പോഴും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കിടക്കുന്നുണ്ട്, നിങ്ങൾ കാണണം. അപ്പൊ പറയുന്നത് എന്താണ്? കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമപ്രവർത്തകർ പറയുകയാണ്, ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ പോയ പലരും പറയുകയാണ്, ശരിയാണ്, ഞങ്ങൾ പോയ സമയത്ത് UPയിലെ ജനങ്ങൾ പറയുകയാണ്, മോദി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് റോഡുണ്ടായത്, ഞങ്ങൾക്ക് വീടുണ്ടായത്, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയത്, ഞങ്ങൾക്ക് ടോയ്ലറ്റ് കിട്ടിയത്, ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടിയത്, ഞങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടിയത്, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയത്, ഞങ്ങൾക്ക് കിസാൻ സമ്മാൻ യോജന കിട്ടിയത്. ഇതെല്ലാം സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ തോതിൽ മാറ്റിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തന്നെ സാക്ഷ്യം പറഞ്ഞു. ഇപ്പോ ഇലക്ഷന് ശേഷം, ഇലക്ഷന് മുമ്പ് BJPക്കെതിരായി പറഞ്ഞു. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ കണക്കും അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടി സർവേയിലുണ്ട്. സന്ദീപ്, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ മട്ടന്റെയും മീന്റെയും കാര്യത്തിൽ ഇത്ര ആവർത്തിച്ച് ചോദ്യം ഉണ്ടായിട്ടും സന്ദീപ് വാര്യർ മറുപടി പറയാത്തത് കേരളത്തിൽ ഇപ്പോൾ അത് മിണ്ടിക്കൂടാ എന്നുള്ളത് കൊണ്ടുകൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് അതിലെ ബുദ്ധി. അതാണ് സന്ദീപ് അതിലേക്ക് വരാത്തത്. ആവർത്തിച്ച് ചോദിച്ചു, ഡോക്ടർ ഷമ ചോദിച്ചു, ഞാൻ ചോദിച്ചു, സന്ദീപ് അതിന് മറുപടി പറയാൻ തയ്യാറില്ല. അരുൺ എന്താണ് പറയാനുള്ളത്? അരുൺ, ഈ വിഷയം ഇവിടെ പറയില്ല, ഇവിടെ പറയാൻ പറ്റില്ല, ഇവിടെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നത് 2019 വലിയ സർവേകളൊക്കെ വന്നിരുന്നു, വലിയ സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ 2019 വന്ന സാഹചര്യമല്ല ഇപ്പോ. ഞാനൊന്ന് പറയട്ടെ, 2019 ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി ഉണ്ടായിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുകയായിരുന്നു. BJPക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ഭിന്നിച്ച് പോയ സാഹചര്യമാണ് 2019 ഉണ്ടായത്. ഏറ്റവും വലിയ വിജയം നിങ്ങൾ നേടിയ 2019 നിങ്ങൾക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം 38%. 62% വോട്ട് നിങ്ങൾക്കെതിരായിരുന്നു. പക്ഷെ ആ എതിരായ വോട്ടുകൾ ശിഥിലീകരിച്ച് പോയി. അതിന്റെ ഏകോപനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് 28ഓളം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ മുന്നണിയായി പരമാവധി സംസ്ഥാനങ്ങളിൽ BJP ഇതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പറയുന്നു, സർവേകളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പത്ര റിപ്പോർട്ടുകളെ വിശ്വസിക്കുന്നില്ല. പക്ഷെ വടക്കേന്ത്യയിൽ പോയി മലയാളി പത്രപ്രവർത്തകർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ CMI എന്ന് പറയുന്നത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിരീക്ഷിച്ച് അതാത് സമയത്ത് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്ന ഏജൻസിയാണ്. അവർ പറഞ്ഞു, 2019 ഈ ഇന്ത്യയുടെ തൊഴിൽ ശക്തി തന്നെയാണ് 2024
40 കോടിയാണ് ഇന്ത്യയുടെ തൊഴിൽ ശക്തി. അത് തന്നെ, അതിലൊരു മാറ്റവും 5 കൊല്ലമായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഓരോ വർഷവും 1,35,00,000 പേർ അഭ്യസ്തവിദ്യരായി തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരായി കടന്നു വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് തൊഴിൽ ശക്തിയിൽ മാറ്റം വരാത്തത്? ആ 1,35,00,000-ൽ 80 ലക്ഷം പേർ തൊഴിൽ അന്വേഷകരായി അലയുകയാണ്. 6 പേർ ഒരു മാനേജ്മെന്റ് ബിരുദമായി പുറത്തു വരുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ തൊഴിൽ കിട്ടുന്നത്. 5 പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായി ഇന്ത്യയിൽ പുറത്തു വരുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് തൊഴിൽ കിട്ടുന്നത്. 10 പേർ ബിരുദാനന്തര ബിരുദവുമായി പുറത്തു വരുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് തൊഴിൽ കിട്ടുന്നത്. രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയിലൂടെ ഈ രാജ്യം കടന്നു പോകുമ്പോൾ അത് ഈ രാജ്യത്ത് ചർച്ചയാകില്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ അഗ്നിപഥി കൊണ്ടുവന്നു. പണ്ട് പട്ടാളത്തിലെ ജോലിക്ക് മാത്രമായിരുന്നു ഒരു സുരക്ഷ ഉണ്ടായിരുന്നത്. 15, 20, 30 കൊല്ലം സുരക്ഷ ഉണ്ടാകും. 18 വയസ്സിൽ കയറിയാൽ 58, 60 വയസ്സ് വരെ പട്ടാളത്തിൽ തുടരാം. ഇന്ന് 4 വർഷം കഴിയുമ്പോൾ പട്ടാളത്തിൽ നിന്ന് തന്നെ എക്സിസ്റ്റ് ആയിട്ട് പോവുകയാ. 22 വർഷം കഴിയുമ്പോൾ പട്ടാളത്തിൽ ജോലിയുള്ളവർ വരെ തൊഴിൽ അന്വേഷിച്ച് പുറത്തിറങ്ങി അലയേണ്ടി വരുന്ന സാഹചര്യം. അതുകൊണ്ട് രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് ചർച്ചയാകില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? അതുപോലെ തന്നെ അഴിമതി. ഇവിടെ 41 കമ്പനികളിൽ നിന്ന് EDI വിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് വന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് 2,471 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി കൈപ്പറ്റിയത്. EDIയും ആദായ നികുതി വകുപ്പിനെയും വിട്ടതിന് ശേഷമാണ് 1,698 രൂപ ഇലക്ട്രൽ ബോണ്ടായി നിങ്ങൾ സ്വീകരിച്ചത്. അതായത് അഴിമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി ഇലക്ട്രൽ ബോണ്ടിനെ നിങ്ങൾ മാറ്റിയത് ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്യില്ലേ? PM കെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ സംഭാവന കിട്ടി. അതിന്റെ കണക്ക് പോലും പുറത്തുവിടാതെ ഏറ്റവും വലിയ അഴിമതിയുടെ കേന്ദ്രമായി അത് മാറിയിരിക്കുകയാണ്. വിലക്കയറ്റം എല്ലാ മേഖലകളും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പട്ടിണിയുടെ കാര്യത്തിൽ, ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വരുമ്പോൾ 51-ാമതായിരുന്നു, അത് 117 മാറി. യുവജനങ്ങളോട് 2 കോടി തൊഴിലവസരം എന്ന് പറഞ്ഞു, ഒന്നും കൊടുത്തില്ല. ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥിതി. കർഷകരോട് പറഞ്ഞു ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും, താങ്ങുവില. കർഷകർ നടത്തുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്ത്രീകൾക്ക് കൊടുത്തു വാഗ്ദാനം. ഈ 10 വർഷം കഴിഞ്ഞാൽ പോലും സ്ത്രീ സംവരണ ബില്ല് നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയോ? ഒക്കെ പുകമറ സൃഷ്ടിച്ച് പോവുകയാണ്. 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനമാണ് വിറ്റത്. അപ്പോൾ എല്ലാ തരത്തിലും വമ്പന്മാർ കൂടുതൽ വമ്പന്മാരായി മാറി. സാധാരണക്കാർ പട്ടിണിയുടെ പരിവട്ടം, ഏറ്റവും ദയനീയ സാഹചര്യത്തിലേക്ക് സാധാരണക്കാർ മാറി. അതുകൊണ്ട് ഇവിടെ സർവേ വരുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന്റെ കണക്കൂട്ടലുകളും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മുഖ്യമന്ത്രിമാരെ നിങ്ങൾ ജയിലിലിട്ടു. അതുപോലെ തന്നെ എത്രയോ പേരെ വാഷിംഗ് മെഷീനിലിട്ട് നിങ്ങൾ വെളുപ്പിച്ചെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യമായി നിങ്ങൾ എടുത്തത് ശാരദാ ചിട്ടിയായിരുന്നു. ആ കേസ് എവിടെ പോയി? അതുപോലെ ഗുവാഹത്തി ജലവിതരണ പദ്ധതി കേസ് എവിടെ പോയി? നാരദ ഒളിക്യാമറ നിങ്ങൾ എത്ര വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു? ആദർശ് ഭവന പദ്ധതി വലിയ അഴിമതി 2014 മുതൽ നിങ്ങൾ ഉപയോഗിച്ചു. അശോക് ചൗഹാൻ വന്നു, BJPയുടെ മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ എല്ലാ അന്വേഷണം പോയി. ലൂയി ബർജർ ജലവിതരണ പദ്ധതി, അതുപോലെ മഹാരാഷ്ട്രയിൽ അടക്കമുള്ള സഹകരണ ബാങ്ക് അഴിമതി, മഹാരാഷ്ട്ര സദൻ നിർമ്മാണ കേസ്, എത്രയോ കള്ളപ്പണ കേസ്. BJP ആയി മാറിയാൽ എല്ലാ അഴിമതി കേസും ഇല്ലാതായി മാറും. അതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് BJPയിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരായി അഴിമതി കേസുകളിൽ പെട്ടവർ BJP ആയി മാറുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള അംഗീകാരം കൊടുത്തു, ലോകസഭാ സീറ്റും കൊടുത്തു. നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ അവരുടെ ആഭ്യന്തര സർവേയിലുണ്ട്. ക്ഷമ, ഇപ്പോൾ പ്രശാന്ത് കിഷോർ, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങളുടെ സ്വന്തം എന്ന് കരുതിയ പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ തെലങ്കാനയിൽ BJP 1-മതോ അല്ലെങ്കിൽ 2-മതോ എത്തും, ഒഡീഷയിൽ 1-മതെത്തും, വെസ്റ്റ് ബംഗാളിൽ 1-മതെത്തുമെന്ന് പറയുന്നു, തമിഴ്നാട്ടിൽ ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് അവരുടെ വോട്ടിംഗ് ശതമാനം എത്തുമെന്നും പറയുന്നു. അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് രാഹുലും സോണിയാഗാന്ധിയും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ആന്ധ്ര, ബീഹാർ, കേരള, ഈ 543 ലോക്സഭയിൽ 204 ഇവിടെ നിന്നാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50-ലധികം BJP നേടിയില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടില്ല. 2014-ലും 2019-ലും. 2014 അത് 29 2019 അത് 47, 50 കടന്നിട്ടില്ല. പക്ഷേ രാഹുൽ ഈ UP-യിലേക്കും മധ്യപ്രദേശിലേക്കും ബീഹാറിലേക്കും ശ്രദ്ധയൂന്നാതെ അദ്ദേഹം മണിപ്പൂരിലും മേഘാലയയിലും സന്ദർശിക്കുന്നു. ഇപ്പോൾ അമേഠിയുടെ കാര്യത്തിൽ ഈ ഘട്ടത്തിലും തീരുമാനമെടുത്തിട്ടില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിച്ച് വേണം ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു വെല്ലുവിളി ഉയർത്താൻ എന്നുള്ളതാണ്. ആ ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിച്ച് മോദി കാണിക്കുന്നുണ്ട്. ഗുജറാത്തിൽ മാത്രമല്ല മത്സരിച്ചിട്ടുള്ളത്, ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് മത്സരിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ രാഹുലും കാണിച്ചാലേ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യൂ. നിങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടു നിൽക്കുകയാണോ? അല്ല, ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബീഫിൻ്റെ വിഷയം ഇദ്ദേഹത്തിൻ്റെ JP നഡ്ഡ
അവരെല്ലാം അറിയണം, ഇന്ന് സന്ദീപ് വാര്യർ ബീഫിന്റെ എതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അത് അവർക്ക് ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ strategy ഉണ്ട്. അവർ പറയാൻ ഞങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല, ബീഫ് അല്ല. അദ്ദേഹം അറിയണം ഇത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അത് മറുപടി പറയുന്നില്ല സന്ദീപ് വാര്യറിന് പറയാലോ ഞങ്ങൾ ബീഫിന്റെ എതിരാന്ന്. എന്തുകൊണ്ട് പറയാത്ത? നിങ്ങളെല്ലാ സെൻട്രൽ ആയിട്ടുള്ള എല്ലാ നേതാവും പറയുന്നുണ്ട് ബീഫ് കഴിക്കരുത്, ബീഫിന്റെ എതിരാ. നിങ്ങളും പറയും. സന്ദീപ് വാര്യർ എന്തുകൊണ്ട് പറയാത്തത്? സന്ദീപ് വാര്യർ എന്ന നട്ടിലില്ലേ? സത്യയുടെ വാര്യർ നട്ടിലെവിടെ പോയി? എന്തുകൊണ്ട് സന്ദീപ് വാര്യർ എന്ന് പേടി ടെലിവിഷനിൽ അണ്ണാക്ക് പൂട്ടി അടിച്ചു പോയോ സന്ദീപ് വാര്യറിന്റെ? അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ അവിടെ നോർത്തിൽ നമ്മൾ ഇല്ല, ഉത്തര ഭാരതത്തിൽ എത്ര കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ UP-യിൽ മത്സരിക്കുന്ന ആൾക്കാരല്ലേ? നരേന്ദ്രമോദി മുമ്പേ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം അവര് ചെയ്ത് നമ്മൾ ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഇതുമില്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അമേത്തിയുടെ ഞങ്ങൾ രാഹുൽജി പറഞ്ഞിട്ടില്ല രാഹുൽജി മത്സരിക്കുന്നില്ല അവിടെ ഒന്നും പറഞ്ഞില്ല. അവിടെ സമയമുണ്ടല്ലോ നോമിനേഷൻ ഫയൽ. നമുക്ക് എത്ര 19 ഒരു 6-7 ദിവസമുണ്ട്. ഇവരെ മാനിഫെസ്റ്റോ വന്ന എന്തുകൊണ്ട് അതിന്റെ മേലെ ചർച്ചയില്ലാത്തത്? എവിടെ ഇവരെ മാനിഫെസ്റ്റോ? എന്തുകൊണ്ട് ഒരു ഇത്ര വലിയ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഇന്ന് പുറത്തില്ല? അതാണ് ചോദിക്കേണ്ട ചോദ്യം. ഇവരെ മാനിഫെസ്റ്റോ ഇല്ല. എനിക്ക് ഇന്ന് നാളെ വരുമോ അത് പറയുന്നവര് നമുക്കറിയില്ല. എന്തുകൊണ്ട് അവര് മാനിഫെസ്റ്റോ 4-5 ദിവസം മുമ്പേ ആണോ അവര് ഞങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് ഇന്ന് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രഫുൽ പട്ടേൽ അഴിമതിയിൽ മുങ്ങിയോ ഇല്ലെന്ന്. ഇവര് BJP 2014 മുമ്പേ മൻമോഹൻ സിംഗിനെ തെറി പറഞ്ഞ ആൾക്കാർ. എന്തുകൊണ്ട് അവര് പറയാ പ്രഫുൽ പട്ടേൽ ഏവിയേഷൻ സ്കാമിലുണ്ട് എന്ന്? എന്നിട്ട് ഇപ്പൊ എന്തായി? പ്രഫുൽ പട്ടേലിന്റെ കേസ് ആരാ ക്ലോസ് ചെയ്തത്? ഇവരെന്നെ. എന്താ ഇവർ കാണിക്കുന്നത്? നിങ്ങൾ എന്താന്ന് കാണിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ചോദിക്കുന്നു സന്ദീപ് വാര്യരോട്, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അയച്ചു? എല്ലാവരും ഇവിടെ ജയിലിൽ അയച്ചു. എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇവരെ പ്രസിഡന്റ് ചെയ്യേണ്ട? ആം ആദ്മി പാർട്ടി ഇതിന്റെ ഒരു മുന്നണിയാ, ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ്. JMM-ലെ CM-നെ നിങ്ങൾ അയച്ചു, ജയിലിൽ അയച്ചു. എന്തുകൊണ്ട്? ജാർഖണ്ഡിൽ അതൊരു വലിയ പാർട്ടിയാണ്, അവിടെ പ്രശ്നം ചെയ്യണ്ട. നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾ പേടിയില്ലാണ്ട് ചെയ്യണം. നിങ്ങൾ ഇത്ര വികസനം ചെയ്തല്ലോ. നിങ്ങൾ എന്തിനാ മുഖ്യമന്ത്രികളെ ഓരോ സംസ്ഥാനത്തിന് ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഉള്ള പാർട്ടികളെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ജയിലിൽ അയക്കുന്നു? സോറേനെ നിങ്ങൾ ജയിലിൽ അയച്ചു. അതിന്റെ ശേഷം അന്വേഷണമുണ്ട് ആരുടെ മേലെ? RJD-യുടെ എല്ലാവരുടെ മേലെയും. തേജസ്വിയുടെ മേലെയുണ്ട്, ലാലു പ്രസാദ് യാദവിന്റെ മേലുണ്ട്. അപ്പം ഓരോ പാർട്ടിയിൽ നിങ്ങൾ അവിടുത്തെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാകുമ്പോൾ അവിടെ അന്വേഷണം. നാഷണൽ കോൺഫറൻസിന്റെ അവിടെ അബ്ദുള്ളയുടെ മേലെ അന്വേഷണമുണ്ട്. അപ്പം നിങ്ങൾ പറയാം നിങ്ങൾ ഭയമില്ല, പക്ഷെ നിങ്ങൾ എല്ലായിടത്തും ED-നെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ED-യുടെ അന്വേഷണം. ഇപ്പൊ DK ശിവകുമാറിന്റെ മേലെ ഇപ്പം വന്നിട്ടുണ്ട് ഒരു അന്വേഷണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് പേടി? നിങ്ങൾ കാണിക്കൂ. നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എത്ര പേർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കാന്ന്. വെൽഫെയർ സ്കീംസിനെ പറ്റി ഒരു മിനിറ്റ്. വെൽഫെയർ സ്കീംസിനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നത് എത്ര എതിരായിരുന്നു നരേന്ദ്രമോദി മൻരേഗന്റെ? നരേന്ദ്രമോദി എന്താ പറയുന്നത്? റേവഡി വെൽഫെയർ സ്കീംസിന് എന്താ പറയുന്നത്? റേവഡിയാണിത്, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട സമയത്ത് അത് റേവഡി അല്ല, അത് വെൽഫെയർ സ്കീമാവും. നിങ്ങൾ എന്തുകൊണ്ട് വെൽഫെയർ സ്കീമിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ്? ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഞങ്ങൾ കൊണ്ടതാണ് മൻരേഗ. അതെല്ലാം ജനങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോകാൻ പറ്റും. അത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? ഒരു കാര്യം പറയും. സിവിൽ ന്യൂക്ലിയർ ഡീൽ US-ന്റെ ഒക്കെ ഞങ്ങളെ കൊണ്ട്. നിങ്ങൾ ഭയങ്കര അടുപ്പല്ലേ അമേരിക്കയുടെ ഒക്കെ. നിങ്ങൾ എന്ത് പുല്ലാ ചെയ്തെന്ന് ഞാൻ ഇന്ന് ചോദിക്കുന്നു. ഒരു കാര്യം പറയണം. നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കൊണ്ടാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ടില്ലേ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ മൻരേഗയുടെ എതിരായിട്ട് സംസാരിച്ചത് ഞങ്ങളല്ല. അതിന് നിങ്ങൾ മൻരേഗയുടെ കുറച്ചിരിക്കുക അവരെ സാലറി. പശ്ചിമ ബംഗാളിലെ മൻരേഗന് വേണ്ടിയിട്ട് ഫണ്ട് റിലീസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഫോർമുലയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. അതിന് മറുപടി പറയാൻ ക്ഷമ തയ്യാറായിട്ടില്ല. ഈ മണിപ്പൂരിലും മേഘാലയയിലും ഊന്നുന്നു, UP-യിലേക്കും ബീഹാറിലേക്കും മധ്യപ്രദേശിലേക്കും എന്തുകൊണ്ട് നേതാക്കൾ? മറുപടി പറയാം. വേഗം പറയണം, ബ്രേക്കിലേക്ക് പോകണം. അല്ല, മധ്യപ്രദേശിൽ ആരാ പറയുന്നത്? നേതാക്കൾ രാഹുൽ ഗാന്ധി റാലിന് പോകുന്നുണ്ട്. രാജസ്ഥാൻ രാഹുൽ ഗാന്ധി എവിടെ? അന്ന് കഴിഞ്ഞ ദിവസം സോണിയാജിയാ ഉണ്ടായത് റാലിയില് രാജസ്ഥാനിൽ. എവിടെയാണ് ഞങ്ങൾ പോവാത്തത്? ഞങ്ങൾ എല്ലായിടത്തും പോകും. സോണിയാജിയ ഇപ്പൊ രാജ്യസഭ. സോണിയാജി എന്തുകൊണ്ട് വേറെ സംസ്ഥാനത്ത് കർണാടകയിൽ നിന്നാവുമായിരുന്നു രാജ്യസഭാ മെമ്പർ? സോണിയാജി എന്തുകൊണ്ട് രാജസ്ഥാനായി എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഇപ്പം തോറ്റൊരു സംസ്ഥാനമായിരുന്നു. കാണിക്കാൻ തോറ്റ സംസ്ഥാനം ആയാൽ നമ്മൾ അവിടുന്ന് ഞാൻ രാജ്യസഭാ മെമ്പറാവും. അപ്പൊ എനിക്ക് പ്രശാന്ത് കിഷോറിനെ പറ്റി അതിന്റെ മറുപടി പറയാം. പ്രശാന്ത് കിഷോർ ഒരു ദിവസം BJP-യുടെ ആയിരിക്കും, ഒരു ദിവസം TMC-യുടെ ആയിരിക്കും, പിന്നെ കോൺഗ്രസിന്റെ അടുത്ത് വരും, പിന്നെ മോദിന്റെ അടുത്ത് തിരിച്ചു പോകും. അപ്പൊ പ്രശാന്ത് കിഷോർ ഒരു ആനലിസ്റ്റ് പോലത്തെ ഒരു സ്ട്രാറ്റജിസ്റ്റ് അല്ലേ? അദ്ദേഹം ഒരു മോദിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണോ കോൺഗ്രസിലെ വിലയിരുത്തൽ?
പ്രശാന്ത് കിഷോർ മോദിക്ക് അടുത്തേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണോ വിലയിരുത്തൽ? അതായിരിക്കും അത് തിരിച്ചു പോയെന്ന് അത് തന്നെ മോദിയുടെ സപ്പോർട്ടിൽ പോകുന്നതായിരിക്കും, പിന്തുണായിരിക്കും. ഞങ്ങളടുത്ത് വന്ന് ഞങ്ങൾ എടുത്തില്ല പ്രശാന്ത് കിഷോറിന്. അപ്പൊ ഇതൊരു ജനാധിപത്യ. പ്രശാന്ത് കിഷോറിന് എന്ത് പറയും, പക്ഷെ പ്രശാന്ത് കിഷോർ ലോക്നിധി അങ്ങനത്തെ ഒരു വലിയൊരു സർവേ ചെയ്യുന്ന മനുഷ്യനല്ലല്ലോ. അദ്ദേഹം ഒരു അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ് ഞാൻ ചോദിച്ചത്. 2014 നിങ്ങൾക്കറിയാം, മോദിയുടെ വീട്ടിലായിരുന്നു ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ ഒരു റൂം. മോദിയുടെ വീടിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ബന്ധം എന്താണ്. എന്നും പറയാം അത് പ്രശാന്ത് കിഷോറിന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം എന്ത്, അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ അടുത്തേക്ക് എത്തിയല്ലോ. എന്താ പറഞ്ഞ അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ അടുത്തേക്ക് എത്തിയല്ലോ പ്രശാന്ത് കിഷോർ. കോൺഗ്രസിന്റെ അടുത്തേക്ക് ഞങ്ങൾ കേട്ടില്ലല്ലോ. ഞങ്ങള് കേട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാർട്ടിയിൽ സ്ഥാനം എന്ന നിലയ്ക്ക് നൽകിയില്ല. പക്ഷെ ആ ഉപദേശമൊക്കെ ഒരു ഘട്ടം വരെ സ്വീകരിച്ചിരുന്നു. തിരിച്ചെത്താം. സന്ദീപ് വാര്യർ, താങ്കൾക്ക് മറുപടി നൽകാം. ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയാണല്ലോ നിങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഈ സർവേ പ്രകാരം മോദിയുടെ ഗ്യാരണ്ടിയിൽ പൂർണ്ണ വിശ്വാസമുള്ളവർ വെറും 23%. ഒരു പരിധിവരെ വിശ്വാസമുള്ളവർ 33%, വിശ്വാസമില്ലാത്തവർ 35%. ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയിൽ പൂർണ്ണ വിശ്വാസം 27%, ഒരു പരിധിവരെ വിശ്വാസം 32%. അതായത് മോദിയിലും രാഹുലുമുള്ള വിശ്വാസത്തിന്റെ ഒരു പരിധിവരെ വിശ്വാസത്തിന്റെ വ്യത്യാസം 1% മാത്രം. ഒട്ടും വിശ്വാസമില്ലാത്തവർ 38%, മോദിയിൽ ഒട്ടും വിശ്വാസമില്ലാത്ത 35%. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ല, ഈ സർവേ ഫലത്തെ ആശ്രയിച്ചിട്ട് ഈ സർവേ ഫലത്തെ നിങ്ങൾ ആധികാരികമെന്ന് കരുതെങ്കിൽ ഇതിന്റെ എൻഡ് റിസൾട്ട് എന്താണ്? ഈ സർവേ പറയുന്ന എൻഡ് റിസൾട്ട് എന്താണ്? ഈ സിനിമ മുഴുവൻ ഓടിക്കണ്ട് ക്ലൈമാക്സിൽ ആരാണ് അധികാരത്തിലെത്താൻ പോകുന്നത്, ആർക്കാണ് നായികയെ കിട്ടാൻ പോകുന്നത്? അത് നായകനാണ്. നായകൻ ഇവിടെ ഒരേ ഒരാളേ ഉള്ളൂ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ പടം ഹിറ്റാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. അല്ലല്ല, ഈ പടം ഹിറ്റാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ BJP സുഖമായി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു, ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സർവേ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേ ആധാരമാക്കിയിട്ടാണ് ചർച്ചയെങ്കിൽ എനിക്കെന്തായാലും ഈ സർവേയിൽ വിശ്വാസമുണ്ട്. ഈ സർവേ എന്നല്ല ഒരു സർവേ ഞാൻ അനുകൂലിച്ചുകൊണ്ട് പറയില്ല, പ്രതികൂലിച്ചുകൊണ്ടും പറയില്ല. ഞങ്ങൾ ഈ സർവേകളെ അടിസ്ഥാനമാക്കുന്നില്ല. ഒന്ന്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഈ സർവേയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പിടിച്ചാണെങ്കിൽ 2019 ഇതുപോലെ ചില സർവേ ഫലങ്ങൾ ഇതേ ലോകനീതിക്കാർ പുറത്തുവിട്ടിരുന്നു. അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പൊ ഇതിനെ ആധികാരികമെന്ന് വിശേഷിപ്പിച്ച് കളയരുത്. ഇത് ആധികാരികമൊന്നുമല്ല. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ 19 സംസ്ഥാനങ്ങളിൽ നിന്നായി 3 ആഴ്ചയ്ക്ക് മുമ്പ് എടുത്ത സർവേയാണ് സന്ദീപ്. ഈ 19 സംസ്ഥാനങ്ങളിൽ നിന്നായി 10,019 പേരുടെ അഭിപ്രായങ്ങളാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. അത് 100 നിയമസഭാ മണ്ഡലങ്ങൾ, 100 പാർലമെന്റ് മണ്ഡലങ്ങൾ, 400 പോളിംഗ് സ്റ്റേഷൻ പരിധികൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ അഭിപ്രായ പ്രകടനമാണ്. അതിനെ അങ്ങനെ പാടെ തള്ളിക്കളയുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തെ തള്ളുന്നു എന്ന് കൂടി അർത്ഥമുണ്ട് അതിന്. ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ടുള്ള സർവേ അല്ലല്ലോ ഇതേ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്തരം സർവേകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ഈ സർവേയെ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾക്ക് ഈ സർവേകളിൽ വിശ്വാസമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംവിധാനമുണ്ട്. ഞങ്ങളുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെ പാർട്ടി നടത്തിയിട്ടുള്ള പെർഫോമൻസ്, ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പെർഫോമൻസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഒരൊറ്റ കാര്യം ആലോചിച്ചോളൂ, 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്നല്ലേ ഇപ്പൊ ഇനി നിങ്ങൾ ഈ ആധികാരികം എന്ന് പറയുന്ന സർവേയുടെ അവസാനം വരുന്ന ഫലം? ആന്റി ഇൻകംബൻസി ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നരേന്ദ്രമോദിയാണ് പോപ്പുലർ ഫിഗർ, പോപ്പുലർ ലീഡർ ഈ സർവേ പ്രകാരം തന്നെ. അപ്പൊ ഈ സർവേയെ നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ മുന്നോട്ട് വെക്കാൻ കഴിയാത്തതാണ്. അതായത് നിങ്ങളുടെ ഗുണം കൊണ്ടല്ല, അവരുടെ ഗുണമില്ലായ്മ കൊണ്ടുള്ള നേട്ടം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. അത് എവിടെ തന്നെയാണ്. പുതിയ മുന്നണി ഉണ്ടാക്കിയില്ലേ? പഴയ കട പൂട്ടിയിട്ട് പുതിയ പേരിട്ടതാണെങ്കിൽ പോലും ഒരു സെക്കൻഡ്, ഈ ചില കുറി കമ്പനികൾ പൊട്ടിക്കഴിഞ്ഞാൽ പൂട്ടി പുതിയ പേരിടുന്നത് പോലെ പഴയ UPA പൂട്ടി ഇവർ പുതിയ പേരിട്ടല്ലോ, പുതിയ കട തുടങ്ങിയല്ലോ. ഈ കട ഇപ്പോ ഐക്യമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഇവര് പല ഇവർ ഭിന്നിച്ച് നിൽക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയാണോ? ഇനി ഇവർക്കൊരു നേതാവിനെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണോ? അത് അവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവര് തിരുത്തട്ടെ. ഞങ്ങൾക്ക് എന്തായാലും ആ കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഞങ്ങൾക്കൊരു മുന്നണിയുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ 10 വർഷത്തെ ഭരണത്തിൽ ഈ സർവേ പ്രകാരം മോദിയുടെ പ്രതിച്ഛായ, അതിൽ വോട്ട് നൽകിയിരിക്കുന്ന 10% പേർ മാത്രമാണ് കേട്ടോ. ഒറ്റ മുഖം എന്ന് പറയുമ്പോൾ ആ മുഖത്തിന് 10% പേരുടെ വോട്ടേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ നിങ്ങൾ ആ സർവേ അങ്ങ് വിശ്വസിച്ചോ? എനിക്ക് വിരോധമില്ലെന്നേ. ഞങ്ങൾ അവസാനം ജയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇതേ സർവേക്കാർ പറഞ്ഞത് ഞങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണെന്ന് 2019 10,000-ലധികം. ഒരു സെക്കൻഡ്,
സ്മൃതി ഒരു സെക്കൻഡ്. 2019 ഇതേ സർവേക്കാർ ഇത്രത്തോളം സാമ്പിളുകൾ എടുത്ത് നടത്തി എന്ന് പറയപ്പെടുന്ന സർവേയിൽ ഞങ്ങൾക്ക് പ്രവചിച്ചത് 222 സീറ്റാണ്. ഇതേ സർവേക്കാർ 2023 ഡിസംബറിൽ നടത്തിയ സർവേയിൽ പറഞ്ഞത് ഞങ്ങൾ 3 സംസ്ഥാനങ്ങളിലും ദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണെന്നാണ്. ഇതെല്ലാം സർവേ ഫലങ്ങൾ വ്യാജമാണെന്ന് തെളിയുകയും ഞങ്ങൾ അധികാരത്തിൽ വരികയും ചെയ്തു. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി മിസ്സിസ് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പോവുകയാണ്. അവർക്ക് ബീഫാണ് ഇപ്പോഴും വലിയ പ്രശ്നം തോന്നുന്നുണ്ട്. അവരുടെ ഈ ചർച്ചയിൽ മുഴുവൻ ബീഫ് മോദിക്ക് പ്രശ്നം മട്ടനാണ്. മോദിക്ക് പ്രശ്നം മട്ടനും മീൻകറിയുമാണ്. കോൺഗ്രസ് നിലപാടെന്താ? മോദി ഉന്നയിച്ച പ്രശ്നത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറയാം, മട്ടനും മീൻകറിയും നിൽക്കട്ടെ, ബീഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ലല്ല, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താ? കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? അല്ല, കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? പശുവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഇവിടെ പശുവിനെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. കൗ സ്ലോട്ടറിംഗ് ബാൻ ചെയ്തത് കോൺഗ്രസ് അല്ലേ? ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പശുവിനെ കുറിച്ച് ചോദിക്കും. പറഞ്ഞല്ലോ. ഇല്ല, ഇത് ഒരു ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ മട്ടൻകറിയെക്കുറിച്ചും മുകളരും മട്ടൻകറിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നതിന്റെ ആവശ്യം ഈ ആത്മവിശ്വാസത്തിനിടയ്ക്ക് എന്തിനാണ് എന്നുള്ള ചോദ്യമാണല്ലോ വന്നത്. നമുക്ക് സമയക്കുറവുണ്ട്. അരുൺ പറഞ്ഞോളൂ. അല്ല, അത് സ്മൃതി ചോദിച്ച ചോദ്യം. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി മിസ്സിസ് മുഹമ്മദ് അരുണിലേക്ക് പോട്ടെ. അതായത് ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ 1 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസത. 2019 ഈ സർവേയുടെ സമയത്ത് 78% വോട്ടർമാർക്കും ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2024 ആയപ്പോ ഈ രാജ്യത്തെ വോട്ടർമാരിൽ 42% പേർ മാത്രമേ ഇലക്ഷൻ കമ്മീഷനിൽ വരെ വിശ്വാസമുള്ളൂ. അതായത് ഇലക്ഷൻ കമ്മീഷനും അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഏറ്റവും ഗൗരവമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഭരണകക്ഷിക്ക് കൃത്രിമം കാട്ടാനാകുമെന്ന് 45% പേർ കരുതുന്നുമുണ്ട്. ഭരണകക്ഷിക്ക് കൃത്രിമം കാട്ടാനാകുമെന്ന് 45% ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗൗരവമായ വിഷയങ്ങളെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ മുഖ്യധാരയിൽ നിന്നും മാറ്റാൻ വലിയ അജണ്ടയോടെ സംഘപരിവാർ രാഷ്ട്രീയം ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ഇൻഡിവിജ്വൽ വിഷയങ്ങളിലും ഇവർ തോക്കുമ്പോഴും ഞങ്ങൾ പരീക്ഷ ജയിക്കും എന്ന് പറയുന്നത്. 27% പേർ വിലക്കയറ്റം, 23% പേർ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വികസനം, അഴിമതി, അങ്ങനെ 71% പേരും ഗവൺമെന്റിനെതിരെ പറയുന്നു. ആകെ 8% ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാമക്ഷേത്ര അജണ്ടയ്ക്കുള്ളൂ. എന്നാൽ ഇവർ പറയുന്നു ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ 3ാമതായി അധികാരത്തിൽ വരുമെന്ന്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ട്. 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി പുൽവാമ ആക്രമണം, അതിനെതിരെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പ്രതികരിച്ചു. ഇതുവരെ പ്രധാനമന്ത്രി ഒരക്ഷരം സത്യപാൽ മാലിക്കിന്റെ സത്യപ്രസ്താവനയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോഴും പല ഹിഡൻ അജണ്ടയുമായി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയം ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ടാണ് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ചർച്ച ഉയർന്നു വരുമ്പോഴും ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല, തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അന്തിമമായിട്ട് വിജയിക്കും എന്ന് പറയുന്നത്. പക്ഷെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരി. കൃത്യമായി ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടന്നാൽ ബിജെപിയുടെ ഭരണം എന്നേക്കുമായി രാജ്യത്ത് അവസാനിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇരിക്കുന്നു. 29 കക്ഷികൾ ഒറ്റ മുന്നണിയായി ഭരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. 2019 ഈ സാഹചര്യങ്ങൾ ഒന്നുമില്ല. പുതിയ സാഹചര്യം വരികയാണ്. ഇലക്ട്രൽ ബോണ്ട് ബിജെപിയുടെ മുഖം തകർത്തിരിക്കുകയാണ്. കാരണം അഴിമതിയുടെ കേന്ദ്രമായി ആ പാർട്ടി മാറിയതും നേതാക്കന്മാരെ വെളുപ്പിച്ചെടുക്കാൻ അവരുടെ എല്ലാ മുദ്രാവാക്യങ്ങളും അവർ മറന്നതും ബിജെപിയായി മാറിയാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അടക്കം പറയുന്നതും മിണ്ടാതിരുന്നോളണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ പറയുന്നതുമെല്ലാം ജനങ്ങൾ നന്നായി കേൾക്കുന്നുണ്ട്. ജനങ്ങൾ ഗൗരവത്തോടെ അത് കേൾക്കുന്നുണ്ട്. ശരി, ക്ഷമ പറഞ്ഞോളൂ. എനിക്ക് പോയിന്റ് പറയാം. ഇന്ന് CIC സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുക, ഒരു ഓർഡർ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചിട്ട് അവരോട് പറയാൻ നിങ്ങൾ ഒരു RTI ഇൻക്വയറി ഉണ്ട്, 1 കൊല്ലമായി അത് വന്നിട്ട് 2-3 പ്രാവശ്യം വന്നിട്ട് നിങ്ങൾ മറുപടി പറയുന്ന VVPAT മെഷീനെ ഈ EVM-നെ പറ്റിയിട്ട് VVPAT-നെ പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുക്കുന്നില്ല. ഇന്ന് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വിമർശിച്ചതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനത്തെ കളി കളിക്കുന്നത്? എങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കും? അതൊരു വലിയ അപകടത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് എങ്ങനെ അറിയാം ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ്? അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്രാവശ്യം. അതാണ് എനിക്കുള്ള പേടി. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പശ്ചിമ ബംഗാളിൽ ഇവര് മീഡിയനെ കൊണ്ട് ഉത്തരഭാരതത്തിൽ സന്ദേശ് കളി എന്ന് പറഞ്ഞിട്ട് കുറെ വിഷയം, അതായത് ഷെയ്ഖ് ഷാജഹാനെ പറ്റി പറഞ്ഞു. ആ ഷെയ്ഖ് ഷാജഹാൻ ഇപ്പൊ അറസ്റ്റ് ചെയ്തു. പക്ഷെ ബ്രിജ്ഭൂഷൺ ശരത് സിംഗ് ഉണ്ട് ഇവിടെ. ഡൽഹി പോലീസ് അവരെ FIR റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക ഇദ്ദേഹം മൊളസ്റ്റ് ചെയ്തിരിക്കുകയെന്ന്. ഗുസ്തി താരങ്ങൾ എന്ത് നടപടിയാണ് പ്രധാനമന്ത്രി എടുത്തത്? പ്രധാനമന്ത്രിയും BJP-കാരും സന്ദേശ് കളി ഭയങ്കരമായിരുന്നു. എല്ലാ മീഡിയ ചാനൽസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ BJP-കാരൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ അധ്യക്ഷൻ
ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മുകളിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീകൾ ഒരു സ്ഥലത്തും പശ്ചിമ ബംഗാൾ ആകുമ്പോൾ വേറത് അവരെ പീഡിപ്പിച്ചു? പക്ഷെ ഗുസ്തി താരങ്ങൾ അവർ പ്രതിഷേധം 6 മാസം ചെയ്യുമ്പോൾ അവരെ പീഡിപ്പിച്ചില്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മുകളിൽ എന്തുകൊണ്ട് നടപടി എടുത്തിട്ടില്ല? ഇതാണ് നിങ്ങളുടെ ഡബിൾ ഗെയിം. ഈ ഡബിൾ ഗെയിം ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾ എല്ലാവർക്കും അറിയും. നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ എങ്ങനെയാന്ന് നമുക്ക് അറിയാവുന്നത്. അവര് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്കത് അറിയില്ല. ഇപ്പം അതാണ് വലിയ പ്രശ്നം. ഞങ്ങളല്ലേ ഇന്ന് ഈ ആരോപണം ഉന്നയിച്ചത്. CIC ആണ് പറയുന്നത്, why have the election commission not replied to the RTI for last 1 year regarding the VVPAT as well as the EVM machine? അതിന്റെ മറുപടി പറയൂ. നിങ്ങളല്ലേ നിങ്ങളെ ഓഫീസിന്റെ ഉള്ളിലല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഇരിക്കുന്ന. ഇപ്പം അതിന്റെ മറുപടി വലിയ വിഭാഗം ആളുകൾ വോട്ടിംഗ് മെഷീനിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സർവേയില്. ഞങ്ങൾ എങ്ങനെയാ മറുപടി കൊടുക്കുന്നത്? ഒരു സെക്കൻഡ്. അല്ല, ഇത് ഇവര് രണ്ടുപേരും സ്മൃതി, ഇത് ശരിയല്ല. ഞാൻ മാത്രം രണ്ടുപേരും തടസ്സപ്പെടുന്നു. ഇവിടെ നോക്കൂ, ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ ഇവർ ഈ ആക്ഷേപങ്ങളൊക്കെ കുറെ കാലമായി ചർവണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മറുപടി അർഹിക്കാത്ത കാര്യങ്ങളാണ് പലതും ഉള്ളത്. ഇത് ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലത്ത് പല വിധത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ സ്മൃതി പൂർത്തിയാക്കട്ടെ. രാജ്യത്ത് പലയിടത്തും പല രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയ പ്രസംഗങ്ങളെ മുഴുവൻ നിങ്ങൾ ഇരുന്ന് ഇവിടെ സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, 400 സീറ്റ് നരേന്ദ്രമോദി ജയിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും. കൃത്യമായ രാഷ്ട്രീയ ബോധത്തോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കും. പണ്ട് മൻമോഹൻ സിംഗിനെ എതിരെ പ്രസംഗിച്ച പോലെ പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തിയെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുക, തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ അത് വെറുതെ പറഞ്ഞാണെന്ന് പറയുക. സ്മൃതി, ദയവ് ചെയ്ത് എന്നെ തടസ്സപ്പെടുത്തരുത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പല പ്രസംഗങ്ങളും ഉണ്ടാവും. ആ പ്രസംഗങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നുള്ളതിൽ കോൺഗ്രസിന് ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെ അവർക്ക് പോലും അക്കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ പറയുന്നത് സന്ദീപ് വാര്യർ തടസ്സപ്പെടുന്നത് എന്നെ തടസ്സപ്പെടുത്തല്ലേ? ഞങ്ങൾ ബീഫിനും എതിരല്ല, പോർക്കിനും എതിരല്ല. ഞങ്ങൾ പോർക്കിനും എതിരല്ല, ബീഫിനും എതിരല്ല. മുഹമ്മദ്, ഞങ്ങൾ പോർക്കിനും എതിരല്ല, ബീഫിനും എതിരല്ല. ഇവിടെ ഞങ്ങൾ കൃത്യമായ കാര്യം പറയുന്നു. ഇവിടെ കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? ഞങ്ങൾ ഞങ്ങൾ കൗ സ്ലോട്ടറിങ്ങിനെതിരാണ്. കൗ സ്ലോട്ടറിങ് ആരാ ബാൻ ചെയ്തത്? കൗ സ്ലോട്ടറിങ് ആരാ ബാൻ ചെയ്തത്? ഇനി കേരളത്തിൽ ബീഫ് സിവിൽ സപ്ലൈസിൽ മല്ലിപ്പൊടി ഉപ്പും കിട്ടാണ്ടോ? അത് ആദ്യം അരുൺകുമാറിന് കൊടുക്കാൻ പറയും. നിങ്ങൾ അത് കൊടുക്കാം. ആരാ നിരോധിച്ചത് കൗ സ്ലോട്ടറിങ്? ആരാ നിരോധിച്ചത് കൗ സ്ലോട്ടറിങ്? കോൺഗ്രസ് ആണ് നിരോധിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? മിസസ് മോഹമ്മദിന്റെ പോർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പോർക്കിനെ കുറിച്ചിട്ടും പോർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേ. കൗ സ്ലോട്ടറിങ് ആരാ നിരോധിച്ചത്? അത് പറയേ. നിങ്ങൾ പറയേ, കൗ സ്ലോട്ടറിങ് ആരാ നിരോധിച്ചത്? കോൺഗ്രസ് അല്ലേ നിരോധിച്ചത്? ഷമാ മുഹമ്മദ്, കോൺഗ്രസ് അല്ലേ കൗ സ്ലോട്ടറിങ് നിരോധിച്ചത്? കൗ സ്ലോട്ടറിങ് നിരോധിച്ചത് കോൺഗ്രസ് അല്ലേ? ഷമാ മുഹമ്മദ്, കോൺഗ്രസ് അല്ലേ നിരോധിച്ചത്? എല്ലാ സംസ്ഥാനങ്ങളും നിരോധിച്ചത് ഞങ്ങളാണോ? നിങ്ങളുടെ നിലപാടെന്താ? കോൺഗ്രസിന്റെ നിലപാടെന്താ കാര്യത്തിൽ? കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താ? ഞങ്ങളതിനെ എതിർക്കും. അല്ല, കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് ഞങ്ങൾ എതിർക്കുന്നേ. ഇവിടുന്ന് ബുഫല്ലോ ആരെങ്കിലും കയറ്റുമതി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എതിരല്ലേ? എനിക്ക് കേൾക്കണം. നിങ്ങൾ നിങ്ങൾ പറയേ, കോൺഗ്രസിന്റെ നിലപാടെന്താ? കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താണ്? പോർക്കിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താ? കൗ സ്ലോട്ടറിങ് ആരും നിരോധിച്ചു? സംസ്ഥാനങ്ങളിൽ കൗ സ്ലോട്ടറിങ് ആരും നിരോധിച്ചു? നിങ്ങൾ പറഞ്ഞിട്ട് പോ ഷമാ മുഹമ്മദ്. ഷമാ മുഹമ്മദ് അത് പറഞ്ഞിട്ട് പോ ഷമാ മുഹമ്മദ്. കൗ സ്ലോട്ടറിങ് ആരും നിരോധിച്ചു? പോർക്കിനെ കുറിച്ച് ഷമാ മുഹമ്മദിന്റെ അഭിപ്രായമാണോ വേണ്ടത്, അതോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ? എന്താണ് സന്ദീപ് ചോദിക്കുന്നത്? പോർക്കിനെ കുറിച്ച്. ഷമ പോർക്ക് കഴിക്കില്ലായിരിക്കും. അത് വെച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുന്നത്? മുഹമ്മദ് പറയുന്നത് ഷമാ മുഹമ്മദിന്റെ അഭിപ്രായം പറയുന്നു. ഷമാ മുഹമ്മദിന്റെ അഭിപ്രായം പറയുന്നു. കൗ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരാൾ കഴിക്കുന്നോ കഴിക്കുന്നില്ലേ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. വേറെ ആരും കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രശ്നം. സന്ദീപ്, സന്ദീപ് ഡോർ അടച്ചോ?
ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കൗൺസിൽ വോട്ടിംഗിന് എതിരായിട്ടുള്ള നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണ്. ആ കോൺഗ്രസിന്റെ നിലപാടാണോ ശരി, ഈ ശ്രാവണ മാസത്തിലെ മട്ടൻ കറിയൊക്കെ എത്ര വേവുമെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. വരും ദിവസങ്ങളിൽ ചർച്ച തുടരാം. വളരെ നന്ദി, വളരെ നന്ദി. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ്. Debate with Smriti Parithikad.